ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസണെ തഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കാരണം പ്രതീക്ഷിക്കുന്നത്? സഞ്ജുവിനെ തഴഞ്ഞതിൽ ഒരു നിരാശ നമുക്കുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ട് അത് മലയാളികളെ ഒരുപാട് തവണയായിട്ട് ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് തീർത്തും നമുക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. സഞ്ജു ടീമിൽ ഉൾപ്പെടാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കളികൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് വിലയിരുത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവർ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. ഈ സഞ്ജുവിനെ ഒഴിവാക്കുന്നതിൽ ഒരു വേദനയുണ്ടോ? എന്താ അവസ്ഥ? ഉണ്ട്. സഞ്ജു ഫാനാണോ? അതെ. ഇത് സഞ്ജുവിനെ ടീമിൽ നിന്നും തുടർച്ചയായി തഴയുന്നു, എല്ലാ മത്സരങ്ങളിൽ നിന്നും തഴയുന്നു എന്നൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അങ്ങനെ കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട് സഞ്ജു ഫാൻസിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? കാരണമില്ലാതെ തഴയുന്ന ഒരു ആരോപണം ഉണ്ടോ? നല്ലൊരു പ്ലെയറാണ് ആള്. അത്യാവശ്യം നല്ലൊരു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ വരെയാണ് ആള്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന വളരെ മോശമായ ഒരു കാര്യമാണ്. ഇതിനിപ്പം സഞ്ജുവിന് കഴിവില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ തഴയപ്പെടുന്നത്? സെലക്ഷന്റെ ടീമിന്റെ ഭാഗത്തായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതല്ല, അത് ആളെ ഭാഗത്തായിരിക്കും. കാരണം വെച്ചാൽ രാജസ്ഥാൻ റോയൽസിന്റെ 2-3 കൊല്ലമായില്ലേ ക്യാപ്റ്റനായിട്ട് ആള് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കളിയിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ അത് ആൾക്ക് എന്താണെന്ന് അറിയില്ല. സെലക്ടർമാരെ കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെ പിന്നെ ഒരിതായിരിക്കും എന്തെങ്കിലും വല്ല ടീം സെലക്ഷന്മാർ തന്നെ എന്തെങ്കിലും വല്ല മോശമായ ഇതായിരിക്കാം, ഉണ്ടായിരിക്കാം. കാരണം അല്ലാതെ വേറെ എന്തായിരിക്കും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നല്ല പ്ലെയറാണ്, എല്ലാത്തിനും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ. ഇല്ല, സഞ്ജുവിന് എന്തായാലും കഴിവുണ്ട്. മീൻസ് മുൻപോട്ട് വരാനായിട്ടൊരു ചാൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പുറകോട്ട് വന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ പോലെ സഞ്ജുവിനെയും ഒരു മുൻപോട്ട് വരുവാണെങ്കിൽ നമുക്ക് മലയാളി ഫാൻസിന് എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ BCCI ആണോ KCI ആണോ അതോ സഞ്ജു തന്നെയാണോ പ്രശ്നം? എന്തായിരിക്കും ഇതിലൊരു പ്രശ്നം വന്നത്? ഇതിന് BCCI ആയിരിക്കും. മീൻസ് സഞ്ജുവിന്റെ ഭാഗത്ത് എന്ത് തെറ്റ് പറയാനൊന്നുമില്ലല്ലോ. നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല പ്ലെയറാണ്. ഓക്കെ, അപ്പം BCCIന്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ യെസ് അത് തന്നെ ആവാനാണ് ചാൻസ്. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് സഞ്ജു ഫാൻസിന്റെ ഭാഗത്തുനിന്ന്. നമുക്ക് അങ്ങനെ ഒരു വിഷയമുണ്ടോ? സഞ്ജു ടീമിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം 50+ ആവറേജും ലാസ്റ്റ് കളി സെഞ്ചുറിയൊക്കെ അടിച്ചാണ്. അപ്പോൾ അത്രയും ഫോമിൽ നിൽക്കുമ്പോൾ സഞ്ജുവിനെ എടുക്കാത്തതിൽ മലയാളിയായതിൽ നമുക്ക് അതിലും വിഷമമുണ്ട്. എന്നാലും ഒരു ഡിസർവിങ് ആയിരുന്നു 11-ൽ. അല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. സഞ്ജു ഇത്ര സെഞ്ചുറി അടിച്ചതും കഴിഞ്ഞ വർഷം T20 ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റൺ എടുത്ത സഞ്ജു ആണ്. സഞ്ജുവിന് കഴിവുണ്ട്, ബാക്കിയുള്ള നമുക്ക് അറിഞ്ഞില്ല. എന്താ അഭിപ്രായം? സഞ്ജു ഒരു ടാലന്റഡ് പ്ലെയർ അല്ലേ? അതെ തീർച്ചയായും. പിന്നെ മലയാളികളായതുകൊണ്ട് അതിന്റെ ഒരു വിഷമമുണ്ട് എടുക്കാത്തതിന്. പിന്നെ കളി കാണുമ്പോഴും സഞ്ജു ഉള്ളതുകൊണ്ടൊരു സന്തോഷമാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജു സാംസണെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ തഴയുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. റെസ്പോൺസ് ഒന്ന് പറ. ഇത് ശ്രീശാന്തിനെ ഇതൊരു മലയാളി പേര് വന്നിട്ടാലോ ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ട് ചോദിച്ചാൽ ഇപ്പൊ എന്ത് പറയാൻ? സഞ്ജുവിനെ മനഃപൂർവ്വം ആയതുകൊണ്ടായിരിക്കാം. ചോദിക്കണം. ബിക്കോസ് മലയാളികളെ ഇങ്ങനെ തള്ളാൻ പാടില്ല. മലയാളി ആയതുകൊണ്ടാണ് തള്ളുന്നത് വിചാരിക്കുന്നത്. സഞ്ജുവിന് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല ഒരിക്കലും ഇല്ല. നല്ല പെർഫോമൻസ് ചെയ്യുന്നല്ല. 2 സെഞ്ചുറി അടിച്ചു തുടർച്ച 2 മത്സരത്തിൽ. അതിനുശേഷം ഒന്ന് ഡൗൺ ആയി, അപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി. അപ്പൊ നല്ല പെർഫോമൻസ് എടുക്കുന്നില്ലല്ലോ അവിടെ. അതായത് സഞ്ജു ടാലന്റഡ് ആണെന്ന് സഞ്ജു ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺടാലന്റ് മാത്രം അവിടെ നോക്കിയിട്ട് ചെയ്യുന്നു. നമുക്കങ്ങനെ ആരോപണങ്ങളൊന്നും വരുന്നില്ല. സഞ്ജു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വളർന്ന പയ്യനല്ലേ. നമുക്കാണെങ്കിൽ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സഞ്ജുവിനെ. പക്ഷെ നമുക്കിപ്പം ഈ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേനും തഴയുന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് വളരെയധികം ഫീൽ ആവുന്നുണ്ട്. നല്ല സഞ്ജുവിനെ തിരിച്ചു കയറ്റാനാണ് നമ്മുടെ ഒരു. സഞ്ജുവിന് കഴിവില്ല എന്ന് കരുതുന്നുണ്ടോ അങ്ങനെ തുടർച്ചയായി തഴയപ്പെടാൻ? ഞങ്ങൾ അങ്ങനെ ഒരിക്കലും കഴിയുന്നില്ല. കാരണം സഞ്ജു എന്ന് പറയുമ്പോൾ നമ്മുടെ അത് തന്നെ IPL തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്ത് വെച്ച് നോക്കുവാണെങ്കിലും അദ്ദേഹം ടീമിന് വേണ്ടി അതുപോലെ എഫേർട്ട് എടുത്ത് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാം നേടിയെടുക്കുന്നുണ്ട്. പിന്നെ 2-3 പതർച്ചകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ പോരായ്മകളും വരുന്നുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരിക്കുന്നത്. BCCIയുടെ ഇടപെടലായിരിക്കും അങ്ങനെ തഴയപ്പെടാൻ കാരണം? അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. പക്ഷേ സഞ്ജു എന്തായാലും ടീമിനെത്താൻ ടാലന്റ് ഉള്ള പ്ലെയർ തന്നെയാണ്. അതെ, വളരെ ടാലന്റ് ഉള്ള പ്ലെയറാണ്. കാരണം നമുക്കാണെങ്കിൽ കാണുന്നതിന് അതെന്ന് പറയുന്നത് ഒരു പ്ലെയറിനാണെങ്കിൽ എപ്പോഴും ഇതേ തുടർച്ചയായിട്ട് അതേ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കണമെന്നില്ലല്ലോ. നമ്മളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സഞ്ജു അതേപോലെ തന്നെ എഫേർട്ട് ഇടുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ അറിയപ്പെടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്ലെയർ ഇല്ലാതായി പോകത്തില്ലേ ഇന്ത്യൻ ടീമിൽ തന്നെ. മികച്ചൊരു പ്ലെയർ പുള്ളിയാണ്. നല്ല ബാറ്റിങ്, കൂടുതൽ നല്ല സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് പുള്ളി താഴെയാണെങ്കിൽ പിന്നെ അങ്ങനെ നമുക്കൊരു നല്ലൊരു ഇന്ത്യൻ ക്യാപ്റ്റൻ
ആവാനുള്ള നല്ല യോഗ്യത തന്നെ പുള്ളിക്കുണ്ട്.